ഹലോ ഗായ്സ്, ഇന്ന് നിങ്ങളുടെ മുതലാളി അല്ല ഇട്ടുള്ളത്. മുതലാളിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. 2 ദിവസമായിട്ട് അതിൻ്റെ പ്ലാനിങ്ങിലാണ്. ബട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതെല്ലാം പൊളിഞ്ഞുപോയി. എന്താ കാരണം വെച്ചെങ്കിൽ, ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് വെച്ചെങ്കിൽ അവൾക്ക് ഇന്ന് സാറ്റർഡേ ആണല്ലോ, സാറ്റർഡേ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി കഴിയുന്ന ടൈമിലേക്ക് ക്ലിനിക്കിലേക്ക് ഞങ്ങൾ ഗേൾസും ഫാറൂഖും കൂടി കേക്കും ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ചെല്ലാൻ വിചാരിച്ചു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല. നമ്മളിപ്പോൾ 71-ലൊക്കെ അവൾ വരുന്ന ടൈമിൽ നിൽക്കും, അല്ലെങ്കിൽ 71-ക്ക് ഞങ്ങൾ കേക്കിട്ട് ചെല്ലും, അങ്ങനത്തെ ഒക്കെ എക്സ്പെക്റ്റേഷൻസ് അവൾക്ക് ഉണ്ടാവും. ബട്ട് ക്ലിനിക്കിൽ അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഫാറൂഖായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ക്ലിനിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഇന്ന് അവൾ സിക്ക് ലീവ് എടുക്കും. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ബി അന്വേഷിച്ചു. പ്ലാൻ ബി ഒന്നുമില്ല, ഇനിയിപ്പോൾ ഗിഫ്റ്റ് ഇതുവരെ വാങ്ങിയിട്ടില്ല. ഗിഫ്റ്റ് ഞങ്ങൾ തേഴ്സ്ഡേ വാങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷേ തേഴ്സ്ഡേ ഫാറൂഖ് സൈറ്റിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല, ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് വിചാരിച്ചു. ബട്ട് ഇന്ന് അവർ കുറേ പർച്ചേസിങ്ങിലും ഷുഡൂന് നാളെ സ്കൂൾ തുറക്കണതിൻ്റെ യൂണിഫോം വാങ്ങലും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴേ ഫാറൂഖ് ഫ്രീ ആയുള്ളൂ. ഞാൻ കുറച്ച് നേരം കേട്ടോ റെഡി ആയിട്ടിരിക്കുന്നത്. ഞാൻ ഒരു വട്ടം ഇറങ്ങി, ബട്ട് 1-2 കാരണത്തിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറേണ്ടി വന്നു. ഞാൻ വീട്ടിൽ ഇറങ്ങി. ഫാറൂഖ് പക്ഷേ അവനസ്ക്ക് അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞ് ഞാൻ എത്തുമ്പോൾ അവനോട് എത്തിയിട്ടുണ്ടാവും. അശയും അഞ്ചുമില്ല, പിള്ളേർ പുറത്ത് അങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ 4 പേരും കൂടി പോയിട്ട് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. ഗിഫ്റ്റ് വാങ്ങിയിട്ട് വേണം കേക്ക് വാങ്ങണം, പരിപാടിയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. എന്താകും എന്തോ അറിയില്ല. പിന്നെ ഈ ഫോണിലെടുക്കുന്ന കാരണം ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. ഈ വീഡിയോ വരുമോ തന്നെ അറിയില്ല. വരികയാണെങ്കിൽ നമുക്ക് കാണാം. എനിക്ക് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയില്ല. അവളിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന കാരണം ഞാൻ വിചാരിച്ച് അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ബർത്ത്ഡേ സർപ്രൈസും കൂടി ഷൂട്ട് ചെയ്ത് വെക്കാം. ഏതെങ്കിലും കാലത്ത് ഞങ്ങൾ തന്നെ കാണാമല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, പോട്ടെ. അവിടെ എത്തിയിട്ട് ബാക്കി പറയും. ഇവർക്കൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇവരെ കൂട്ടണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇന്നൂന് ഫുട്ബോൾ കോച്ചിങ്ങിന് ആക്കി കൊടുക്കണം. ഫാറൂഖെങ്കിൽ ലേറ്റായ സ്ഥിതിക്ക് ഇവരെയും കൂട്ടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? ജിംഷാനിനെ നമുക്ക് ഞെട്ടിക്കണം. ശരിക്കും ജംഷാന്റെ സിക്കല്ലേ, വെറുതെ സിക്ക് ലീവ് അതെ കാണാം. ഇനി അഞ്ജുവിന് അശ്വിനൊക്കെ എപ്പോൾ കിട്ടും എന്നറിയില്ല. കിട്ടുമ്പോൾ അവരെ കൂടി കൂട്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ എടുക്കാം. ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് ക്ലിപ്സ് എടുക്കാം, കേക്ക് വാങ്ങാൻ പോണത് എടുക്കാം, അങ്ങനെ എല്ലാം. ഒരു ചോദ്യം, കേക്ക് നമുക്ക് വേറെ ഒന്നിനൊക്കെ ആക്ച്വലി അഞ്ചു വർഷമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ, കേക്ക് ഉണ്ടാക്കുന്നു. ഭയങ്കരമായി ഞങ്ങൾ പുറത്ത് പോയിട്ട് ലേറ്റ് നൈറ്റ് അല്ല, ഇന്ന് പുലർച്ചെയാണ് വീട്ടിൽ കയറിയിരിക്കുന്നത്. വന്ന് കിടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ 4 മണി. ഞാൻ എങ്ങനെ കേക്ക് ഉണ്ടാക്കും? അതല്ല കുഴപ്പമെന്നറിയോ, ഇമ്മ ജോലി തന്നെ വിട്ടോണ്ട്, ഞാൻ ജോലി തന്നെ ചെയ്യുന്നില്ല. എന്ത് കേക്ക് ഉണ്ടാക്കല്ലോ? കേക്ക് ആക്ച്വലി ഉണ്ടാക്കായിരുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് ആണ്, ഇന്നലെ ഫ്രൈഡേ ആയ കാരണം മടിയായി പോയി. നമ്മൾ ഫിലിമിന് പോയി, വാഴ 2 പോയിണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒന്നും അവൾ എടുത്തിട്ടില്ല. അവൾക്കിപ്പോൾ കുറച്ച് മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങള്. അപ്പോൾ എൻ്റെ കേക്ക് കഴിക്കാനുള്ള യോഗമില്ല. അത് പിന്നെ ഇനി ഇപ്പോൾ ഷുഡൂൻ്റെ ഒക്കെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ മടിയൊക്കെ മാറുകയാണെങ്കിൽ ഞാൻ കേക്ക് ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര മടിയായിരിക്കുന്നു. അതൊക്കെ വേറെ. അപ്പൊ നമുക്ക് ജംഷാനിന്റെ ഗിഫ്റ്റ് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് അല്ല പിന്നെ പറഞ്ഞിട്ടുണ്ട് ഹസ്നാന്റെ കേക്ക് വേണം. അത് ഷുഡൂന്റെ ബർത്ത്ഡേ വ്ളോഗിൽ നമുക്ക് കാണിക്കാം. ഇത് ജംഷാനിന്റെ. അപ്പൊ ഓക്കെ, ജംഷാനിക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ട് നമുക്ക് ബാക്കി കാണാം. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. ഇനി ഫാറൂഖങ്ങളോടെ നിൽക്കുന്നുണ്ടാവും. ഞങ്ങൾ ഗിഫ്റ്റ് നോക്കട്ടെ. ആക്ച്വലി ഗിഫ്റ്റായിട്ട് ചെയിന് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് അങ്ങനെ എന്തെങ്കിലും ഗോൾഡിൻ്റെ നോക്കാനാണ് പ്ലാന്. നോക്കട്ടെ കേട്ടോ. 1-2 ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ.
So here you will open the camera. Okay. And then you will One scan. scan the. Okay. Yeah, you will scan it. Okay. Then you will make a video. Direct will go for camera. Okay. Okay. You will make video. Video for the my message. Yeah, oh, the message that you want to give the person Wife, for okay. gifting. Okay. Then you will give him. Okay. When So he once receive- she open this card and Yeah. she will open and she will the QR code. Yeah. She will do like this also scanning. Okay. Then she will listen She to your can see message. the video. The video. Okay. Okay. Yes, Okay. it's like this. Okay. Fine. നല്ലൊരു selection ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് എല്ലാം വാങ്ങി പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാ ഫാറൂഖ് അങ്കിള് ജംഷനിക്ക് എന്താ ഗിഫ്റ്റ് വാങ്ങിക്കണേ? ഗോൾഡ് മാല. മാല ഈ കണ്ടോ? ഇല്ലല്ലോ. ഞാൻ കണ്ടു. കണ്ടോ? ആളിങ്ങനെ ഇങ്ങനെ Gold മാല എന്ന് പറ diamond necklace. ഡയമണ്ട് നെക്ലേസ്. അതെ, ഗോൾഡില് ഡയമണ്ട് അങ്ങനെ റിച്ച്. ആ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ മലബാർ ഗോൾഡ് തന്നെ വാങ്ങി കൊടുക്കാന്നുള്ളൊരു plan ആണ്. അതെ. എന്നിട്ട് ഫാറൂഖ് അങ്കിൾ ആർ യു എക്സൈറ്റഡ് ടു സർപ്രൈസ് എന്നെ പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ലാസ്റ്റ് ഒക്ടോബർ 13 ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഞാൻ അങ്ങനെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് ആ സമയത്ത് ഒമാനിൽ ഇങ്ങനെ ഡെലിവറി എത്തുന്നുള്ളൂ ഐഫോൺ 17 Pro Max. ആ സമയത്ത് അവള് കഷ്ടപ്പെട്ട് ദുബായിൽ നിന്നൊക്കെ പിന്നെ ഐഫോൺ 17 Pro Max ഓർഡർ ചെയ്ത് എന്നെ സർപ്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് 80 Pro Max കൊടുക്കാൻ പറ്റില്ലല്ലോ. 70 Pro Max കൊടുത്താൽ അതിനൊരു വാല്യൂ ഇല്ല. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി പുതിയ മോഡൽ ഡയമണ്ട് നെക്ലേസ് കൊടുത്ത് നെട്ടിക്കാന്നുള്ളൊരു. ജംഷിയാൻ്റെ ഇപ്പോൾ ആക്ച്വലി യാശുവിനെയും ഷുട്ടൂനിയായിട്ട് ബീച്ചിൽ പോവാണ്. നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. വെറുതെ ഷുട്ടു വാശി പിടിച്ചിട്ട്. അപ്പോൾ അതിലും ആ ടൈം കൊണ്ട് നമുക്ക് കേക്ക് വാങ്ങണം. നമ്മൾ കേക്ക് വാങ്ങണം, പ്ലേസ് ഫിക്സ് ആക്കണം, സർപ്രൈസ് ആക്കണം. സർപ്രൈസ് ആവുമോ എന്നാ ജംഷിയാൻ്റെ? സർപ്രൈസ് ആവുമോ? ഞാന് ഗിഫ്റ്റ് കൊടുക്കുമ്പോ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോ അപ്പം ഞങ്ങളങ്ങനെ പർച്ചേസ് ചെയ്തു. ആദ്യം ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. ജ്വല്ലറി ആയ കാരണമായിരിക്കാം. സംഭവം പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആഷിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ലതാ, ഒരു ഗോൾഡിൻ്റെ ഒരു ചെയിൻ വിത്ത് ഡയമണ്ടിൻ്റെ ഒരു പെൻഡൻറ്റ്. സമരസൻ്റെ ഫാറൂഖങ്ങളവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയില്ലെന്ന് അറിയില്ല, എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു വെറൈറ്റി. ആകെ ഹാർട്ട്, ഇൻഫിനിറ്റി, സ്റ്റാർ അതൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു വെറൈറ്റി പെൻഡൻ്റാണ്. സംഭവം നല്ല രസമുണ്ട്, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി കേക്ക് വാങ്ങണം, ഒരു പറ്റിയൊരു ബൊക്കെ വാങ്ങണം, സ്ഥലം ഫിക്സ് ചെയ്യണം, കുറേ പരിപാടികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ജംഷിയാൻ്റെ ഒരു വട്ടം വിളിച്ചിക്കണ്. ഞങ്ങൾ ഇവിടെ നിന്ന് അവൾക്ക് അറിയില്ല. എന്തായാലും നോക്കാം. ഇനി എന്താ പ്ലാന്? ഇനി അടുത്ത് നമ്മൾ നല്ലൊരു കഫേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കഫേയിൽ പോയിട്ട് നല്ലൊരു അടിപൊളി കേക്കും. ഏതാ കേക്ക്, ഏതാ ഫ്ലേവർ നമ്മൾ സെലക്ട് ചെയ്യും. കോക്കനട്ട് കിട്ടാൻ ടെൻഡർ കോക്കനട്ട്. അത് പിന്നെ മസ്കറ്റിൽ ആകെ 2 ആൾക്കാരെ ഉണ്ടാക്കുന്നുള്ളൂ. ഒന്ന് മോഡേൺ ഒമാൻ ബേക്കറി, ഒന്ന് ഹസ്നിയാണ്. ഹസ്ന ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ മോഡേൺ ഒമാൻ ബേക്കറിയിൽ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങിക്കും. അതിൽ എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 2-3 വേറെ സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഉണ്ട്. എന്നിട്ട് ജംഷിയാനെ ഞെട്ടിക്കണം. ഈ വ്ളോഗൊക്കെ വരുമല്ലോ അല്ലേ? ഈ വ്ളോഗ് ജംഷിയാദിക്കുള്ള സർപ്രൈസാണ് ആക്ച്വലി. നോക്കാം. ഗിഫ്റ്റൊക്കെ മേടിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നൂന് ഫുട്ബോളിനാക്കണം, അത് കഴിഞ്ഞിട്ട് കേക്ക് വാങ്ങണം, എന്നിട്ട് ജംഷിയാനെ ഞെട്ടിക്കണം. ജംഷിയാനെ ഞെട്ടുമോ എന്നറിയില്ല. ഇത് അവർ നടന്നു പോകുന്നുണ്ട്. ഹരിപറി നോക്കാം. ഈ വ്ളോഗൊക്കെ വന്നാൽ കണ്ട് വരുമായിരിക്കുമല്ലോ അല്ലേ? അതാ അവള് ബീച്ചിക്ക് പോയോ? അത് ശരി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ കേക്കും മേടിക്കാം. നിങ്ങളൊക്കെ റെഡിയാവ്. നീ ആ പറഞ്ഞ കഫേ എവിടെയാ? നോക്കല്ല, വേറൊരു കഫേ നല്ല ഉണ്ട് എന്ന് പറയണ്ടായിരുന്നല്ലേ? നല്ല സ്പാനിഷ് ലാറ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്.
അഞ്ജു ആൻറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. അഞ്ജു ആൻറ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതേ നിൽക്കുന്നു സിനിമ നടി. ഒരു മിനിറ്റ്. വരൂ വരൂ. ഞങ്ങള് വ്ളോഗിംഗ് ആണ്. ഇതാണ് ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടോ. എനിക്കാണോ? ഇനി നമുക്ക് കേക്ക് വാങ്ങണം. കാക്ക ഇവിടെ എവിടേക്കൊക്കെയാണ്. എവിടെയാ? മതിയടി എന്റെ പൊന്നോമലയും ഞങ്ങളുടെ സ്വന്തമായ ജംഷിക്ക് ഞങ്ങളുടെ ചെറിയൊരു ഉപഹാരം. വളരെ ചെറിയ ഞങ്ങളെ ഒട്ടും കുറക്കണില്ല. ഇത് നമ്മളുടെ മൂന്നാളുടെ വക ജംഷി. ഞാൻ ഒറ്റക്ക് വാങ്ങിച്ച ജംഷിയുടെ ഡയമണ്ട് നെക്ലസ്. പൈസ നോക്കിയില്ല. കൊറേ ഞങ്ങള് പ്ലാൻ ചെയ്ത് നോക്കി എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം. കാരണം ജംഷി നമ്മുടെ ലൈഫിൽ അത്രയും ഇത്രയും വലിയൊരു ഗിഫ്റ്റ് നമ്മള് വാങ്ങിയത്. അവളുടെ വീടെത്തി നമ്മൾ അങ്ങോട്ട് നോക്കാണ്ട് നേരെ ഈറ്റോട്ട് പോയി ഒരു ചായ പിടിക്കണം. ചായ കുടിച്ചാലൊക്കെ തല എനിക്കണം. അപ്പൊ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്ത് ആക്ച്വലി ചായ കുടിക്കട്ടെ. ആക്ച്വലി അത് അവള് വന്നിട്ടല്ലേ? അതെ. അത് അപ്പഴല്ലേ. ഞാൻ ഒരു ചായ മീൻസ് എനിക്ക് 2-3 സിപ്പ് മതിയോ? ഇതൊരു നാട് കിട്ടാലോ? ഇതേറ്റിപ്പോ നാട് വിട്ടാ എനിക്ക് ഒന്നും കിട്ടാൻ. ഒരു കാര്യം ഒന്നൊക്കെ കിട്ടില്ലേ? ഒരു മാസമൊക്കെ ജീവിച്ചിവിടെ. ഒരു മാസം ഒരു മാസം എന്റെ 2 മാസം സാലറി. കഫേന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ജംഷിപ്പ് എന്താ അറിയോ പറയാൻ പോവാ? എടാ എനിക്ക് കഫേയില് പോയി കുടിക്കാൻ ഒരു സുഖമില്ല, എനിക്ക് ചായക്കടയിൽ പോണം, എനിക്ക് പഴംപൊരിയും ചായയും കുടിക്കണം, ഗുപ്തൻ ഊതി ഊതി കുടിച്ച പോലെ കുടിക്കണം. ആ ഒരു മൈൻഡിലാണ് ജംഷി പറയാ. അല്ലാണ്ട് കഫേ പോയി ക്യാപ്പച്ചിനോ കുടിക്കാനൊരു ത്രാണി ജംഷിക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ വെച്ച് ആഘോഷിച്ചാലോ? ആക്ച്വലി ബർത്ത്ഡേ അവിടെ ഏതൊരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. നമുക്ക് ഈ ഗിഫ്റ്റ് അതിന്റെ ബർത്ത്ഡേയിൽ കൊണ്ടുവച്ചിട്ടേ ബലൂണും ഉണ്ട്, നല്ല രസമുണ്ട്. ചെറിയ കുട്ടികളുടെ പോലെ 35 വയസ്സ് 35ാമത്തെ വയസ്സ് ആഘോഷിക്കാൻ പോണ് ജംഷിക്ക്. 3.5 ഞങ്ങളതിൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ആളാണ്. മനസ്സുകൊണ്ടും അല്ലേ ഒരു തള്ളവൈബാണ്. ഞങ്ങളുടെ തീരുമാനം വേണമെങ്കിൽ അവളോട് ചോദിക്കാറുണ്ട്. കാരണം എടുക്കുന്ന ഒരു വൈസ് ഡെസിഷൻ അവളുടെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. ഞങ്ങളുടെ ഒരു അമ്മായി, നാട്ടിലത്തെ അമ്മായിമാരൊക്കെ മിസ് ചെയ്യുന്നത് ആ കുറവ്. ഇനി ഒതുങ്ങിയിരിക്കും ജംഷി നഗത്താറുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു കഫേ ഇല്ലേ, ഇവിടെ ബാക്കില്ലേ, അത് എന്തായാലും വേണം. കാരണം ഇതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ നമ്മളെ സൈഡിൽ നിന്ന് കടല വെള്ളത്തിലിട്ടിട്ടാ ഞാൻ വന്നത്. ഡിന്നർ തരാം. അതെ, ഞങ്ങള് സാധനം നമ്മള് വാങ്ങിയേ. ഡയമണ്ട് നെക്ലസ് ആണ് ഞങ്ങള് മേടിച്ചത്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു പേ ചെയ്തത് എന്റെ ഓഫീസ് ഇതാണ്. പേ ചെയ്ത് നമ്മള് ഷെയർ ഇട്ടാണ്ട് അല്ലടി നമ്മള് പേ ഷെയർ ഇടാണ്ട് കുറച്ചുണ്ടാവും. നമ്മള് ഷെയർ ഇടാണ്ട് നമ്മുടെ മൂന്നാളി വക അച്ഛനെ മാത്രം കൊടുത്തിട്ടാണ് ഇപ്പൊ തൽക്കാലം. ബേക്ക് വണ്ടിലോട്ട് എത്താറായിരിക്കുന്നു. ഇവിടെ എവിടെയാണല്ലോ എത്തിയിരിക്കുന്നു ബേക്ക് വൺ ഗൈസ്. നമ്മൾ എങ്ങോട്ടാ പോണെന്ന് ജംഷിക്ക് കേക്ക് വാങ്ങാൻ പോവാണ്. ബേക്ക് വൺ പിന്നല്ലേ ആക്ച്വലി ആദ്യമൊക്കെ നിങ്ങൾ ഹലോ ഗൈസ് ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരിക്കാന്നൊക്കെ പറയണത് ജംഷിക്ക് വ്ളോഗിങ് ഉണ്ട് എന്നുള്ള അറിവോടെ അല്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് ആക്ച്വലി ഈ വ്ളോഗിങ്ങിന്റെ സ്പെഷ്യാലിറ്റി ഒന്ന് ജംഷി അറിയാതെ ഞങ്ങൾ ജംഷിക്ക് എടുക്കണം. ഒരു ഇൻട്രോ വ്ളോഗ് എന്തായാലും അവക്ക് കിട്ടില്ല, അപ്പൊ അവക്ക് വേണ്ടി ഞങ്ങളെ ഷൂട്ട് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ മൂന്നാളും ഇത് വ്ളോഗ് ജംഷി എടുക്കണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അതെ, ഞങ്ങൾ രണ്ടാളെ എനിക്ക് കുറച്ച്
മുന്നേ വിവരം കിട്ടിയിരുന്നു. എനിക്കറിയായിരുന്നു, ഇവർക്കറിയാതെ ഏറ്റവും ലാസ്റ്റ് ഇതുവരെ ഞങ്ങൾ കാണിച്ച തലകൾ ഞങ്ങൾ അറിയാത്തതായിരുന്നു. ഞാനൊക്കെ എല്ലാ വ്ളോഗിലും വന്നിട്ട് ഹലോ ഗൈസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിയാണ്ടായിരുന്നു. ഇത് ഞാൻ അറിയാം. ക്യാമറ കണ്ടാലും ചാടി അതെ അതെ. ഇനിയൊക്കെ കുറച്ചും കൂടി ക്യൂട്ട്നെസ്സും കണ്ടോ ഇയാളുടെ തല. ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന അതോ എടി ബാറ്ററിയിലോ ചോക്ലേറ്റ് അത് ഓക്കെയാണോ? അത് എത്ര 1 kg? അത് മതി. ഇതാണ് ഞങ്ങളുടെ ലേക്ക. ഇതാണ് ഞങ്ങളുടെ ലേക്ക. ലേക്ക ജംഷാൻഡിയോട് ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ ജിഷാൻഡി. ഹാപ്പി ബർത്ത്ഡേ ജിഷാൻഡി. ഞങ്ങളെ കിട്ടുന്നുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ജിഷാൻഡി. നമ്മള് സെലക്ട് ചെയ്ത കേക്ക് വാങ്ങാൻ വന്ന് തീറ്റപ്പണ്ടാരങ്ങളെ പോലെ തിന്നോണ്ടിരിക്കുന്ന ഈ മധുരം കഴിക്കണം. സിനിമടി. അപ്പൊ നമ്മള് കേക്ക് മേടിച്ചിട്ട് ഇപ്പൊ പല്ല് കണ്ണുണ്ടോ ഇവിടെ? കണ്ണ് അതൊക്കെ ഇതിൽ പെട്ടല്ലോ. നമ്മളിനി കേക്ക് മേടിച്ചു. ഇനി നമ്മളൊരു കഫേ തെരഞ്ഞു പോവാണ്. ഞങ്ങളുടെ അവിടെ ഒരു കഫേ ഉണ്ട്, പക്ഷെ അതെന്താന്ന് അറിയില്ല അതിന്റെ അവസ്ഥ. പോയി നോക്കണം, എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പേക്കും ഫാറൂഖ് ഗിഫ്റ്റായിട്ട് ജംഷിയായിട്ട് നമ്മൾ കണ്ടുവച്ച ഒരു സ്പോട്ട്. നമ്മളിപ്പോ ഫിൻയാൻ കഫേന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോ ഞങ്ങൾ കുറേ പ്ലാനുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു പ്ലാനിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഫാറൂഖ് വന്നിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. എന്നിട്ട് നമുക്കിനി കഫേയിൽ കയറിയിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാം. മെല്ലെ ഫാറൂഖിന്റെ കാറ് ആ സൈഡിൽ ഒളിച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഫാറൂഖ് ഉണ്ട്. ഇതാണ് നമ്മുടെ കഫേ. ഗിഫ്റ്റ് എടുത്തില്ലേടി? ഓക്കെ, നമ്മളിതാ ഫിൻലാൻഡ് കഫേന്റെ ഫ്രണ്ടിലെത്തി. ഹസ്നയുണ്ട്, അഷിയുണ്ട്, ഫാറൂഖ് അതാ ആ കാറിലുണ്ട്, ഇന്നയുണ്ട്. ജംഷി ഇപ്പം നമ്മൾ കുറേ പ്ലാനുകൾക്ക് ശേഷം ജംഷി ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുട്ടുവിനെ യശിനെയും കൊണ്ട് അവർ കളിക്കാൻ പോയതാണ്. നമ്മൾ ഗിഫ്റ്റ് അവിടെ ഏൽപ്പിക്കുക, എന്നിട്ട് നമുക്ക് മെല്ലെ ഓരോ പ്ലാനുകളിലേക്ക് കിടക്കാം. കേക്ക് ഇവിടെ ഉണ്ട്, ഫാറൂഖ് ഗിഫ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ എന്താന്ന് ഉള്ള കാര്യം നമ്മളെ ഗ്യാങ്ങിൽ ഒരാൾ വരാണ്ട്, അവളിപ്പോ വരും. നമുക്കിനി അപ്പൊ നോക്കാം. അച്ഛനയുടെ ടെൻഷൻ എല്ലാരും കാണേണ്ടതാണ്. ഫാറൂഖ് എത്താൻ നിമിഷങ്ങൾ മാത്രം. ഹസ്ന അപ്പോഴേക്കും കേക്ക് സെറ്റാക്കുന്നു. നമ്മളപ്പോൾ കേക്ക് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. കേക്കല്ല, ഗിഫ്റ്റ്. കേക്ക് നമ്മൾ സെറ്റ് ചെയ്തു, ഗിഫ്റ്റ് നമ്മളിവിടെ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജംഷിക്ക് സർപ്രൈസ് ആയിട്ട്. എക്സൈറ്റഡ് ആണ്. വേറെ എന്തെങ്കിലും പറയണ്ടോ? നമ്മളിവിടെ ചായ കുടിക്കാൻ പുതിയൊരു സ്പോട്ടിലാണ്, ഇവിടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് വന്നതാണ്. കിഡ്സിനെയും കൊണ്ടപ്പോൾ ഇങ്ങോട്ട് വരും. യാഷിനും ഒരു കൂടെയാണ്. സ്പോട്ടൊക്കെ ഓക്കെയാണ്. ഞങ്ങളിത് കേക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തി.
കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇനി എന്താ ഉണ്ടാവാന്ന് അറിയില്ല, നോക്കാം. ഇതിൽ എന്താ പറയാനുള്ള? എന്താ പറയാ, ജാസി കുപ്പായമിട്ട് ജംഷി, ജാസി കുപ്പായമിട്ട് ജംഷി. അലമ്പാക്കിനോട് ഞങ്ങള് നമ്മളെ ദിൽ കഫേം ഇതുമല്ലേ കുറച്ച് റിച്ച് പിടിക്കാം, കുറച്ച് എസ്തെറ്റിക്സ് പിടിക്കാൻ വെച്ച്. കുട്ടികളായിട്ട് പോകാൻ പറഞ്ഞാലോ, അതാവും നല്ലത്. ഹായ്, ബില്ല് കൊടുക്കാൻ ആളെങ്ങനെ? ഹാപ്പി ബർത്ത്ഡേ ജംഷി, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ജംഷി. എന്താ പറയാനുള്ളത്? ഒന്ന് പറഞ്ഞിരുന്നു ഞാൻ നല്ല ഡ്രസ്സൊക്കെ പറക്കിരിക്കേ. എനിക്ക് വേണ്ടി തരികയാണോ ഒരു ഇനി പറ, ഇനി പറ. ഇല്ല വേണ്ട, ഇത് റോ ആണ്, ഇത് ഫുൾ റോ ആണ്. നിക്ക് പറയട്ടെ. പൈസ ഞങ്ങൾ ഓർഡർ ചെയ്തേ കേട്ടോ. എല്ലാം എടുക്കും. ഇത് ഫുൾ റോ ആണ്. ഇടി ഇത് റോ ആണ്, ഫുള്ളായിട്ട് ഇടണം. ഞങ്ങൾ വ്ളോഗ് ചെയ്യണം. തുടക്കം തൊട്ട് എടുക്കുകയാണ് വ്ളോഗ്. സർപ്രൈസ് ആയോ? ഞാനെന്തോ അന്റെ വീടേ പറഞ്ഞേ. ഞങ്ങളുടെ ഗിഫ്റ്റ് ആണ്. എന്റെ മറ്റേ യൂട്യൂബിലേക്ക് ഞങ്ങളുടെ ഒരു വ്ളോഗ്. ഓക്കെ, ഞങ്ങൾ തന്നെ. പൈസ ഇറക്കി ഞങ്ങള്. കാൻഡിൽ കെറ്റിയില്ല ചേച്ചി. അപ്പോഴത്തേന് ചേച്ചി ഗാലയിലെത്തി. ഫാറൂഖിന് എന്താ പറയാനുള്ളത്? ഫാറൂഖ് ഗിഫ്റ്റ് ഒന്നുമില്ല, ഞങ്ങളുടെ ഈ കേക്കിൽ ഒതുക്കുകയാണോ? അല്ലല്ല, ആദ്യം ഗിഫ്റ്റ് നോക്കണേ. ഗിഫ്റ്റ് റാപ്പ് ചെയ്യും കൂടെ ചെയ്തില്ല ഞങ്ങൾ. അറിയാൻ ഭയങ്കര ആകാംക്ഷ. സ്പ്രേ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടെണ്ണം കിട്ടും. അല്ലെങ്കിൽ വല്ല ഐപാഡോ അങ്ങനെ എന്തെങ്കിലും. ഈ സൈസിൽ
iPad ഒന്നല്ല, അത് 17 Pro അല്ലെ Max. ജംഷിക്ക് വ്ളോഗിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് തോന്നുന്നു മറ്റേ ഗിംബലോ അങ്ങനെ എന്തെങ്കിലും അല്ല, ഞാൻ പറയാം 100 ഫോളോവേഴ്സ് ഉള്ള സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട ഗിഫ്റ്റാണ്. ഇപ്പത്തെ സിറ്റുവേഷൻ ബാക്ക് പെയിന്, പിന്നെ വയറുവേദന, മോളിനി അല്ലല്ല എനിക്കല്ല മസാജിന്റെ ഇങ്ങനെ വെച്ചിട്ട് അതാണോ കൊറേ ആയി പറയണു എനിക്ക് എന്ന് രാത്രി മസാജ് എസ്പെഷ്യലി ഫോർ യു. നോക്കട്ടെ പാക്കിംഗ് നോക്കട്ടെ. കസ്റ്റമൈസ്ഡ് ആണല്ലോ. ഓ മൈ ഗോഡ്. 30 വർഷം കഴിഞ്ഞപ്പോ ഗിഫ്റ്റൊക്കെ പോണ വഴി മസാജ് ചെയ്യണ അല്ലല്ല 33 ഞാൻ പിന്നെ ഡോക്ടറെ കാണിച്ചതിന്റെ ലിസ്റ്റ് ഞാൻ കാണിച്ചത് 31. ഓക്കെ നോക്ക് മസാജർ കാണിച്ചോട്ടെ. എടീ ഞങ്ങക്ക് തരണട്ടോ ഇടക്ക്. എല്ലായിടത്തും വെക്കാം. ബാക്ക് പെയിനും വെക്കാം, ഒരാഴ്ച ഞാൻ ഒരാഴ്ച അത്യാവശ്യം ഇതിങ്ങനെ കുട്ടികൾക്ക് തോണ്ടാണ് ഇത് തന്നോന്ന് മേടിച്ചിട്ട് മസാജിന് മോചനം നിന്റെ കൈ വെക്കണം. എവിടെ ഈ കഴുത്തുവേദന ഷാറുഖിന്റെ വക മസാജ് പിന്നെ ജംഷിന്റെ വക നമുക്ക് ഡിന്നർ. ഓക്കെ ഇങ്ങനെ എടുത്തോ അങ്ങനെ എടുക്കാം. ഞങ്ങള് ഇത് നോക്കിട്ട് എന്താന്നറിയ സംഭവം, വ്ളോഗാണ്. ഈ വ്ളോഗ് നീ ഇടണം യൂട്യൂബില്. നിന്റെ ഇവരോട് സോങ് അവരാദ്യം നമുക്ക് സോങ് വെച്ചു തന്നു. ഇല്ലല്ലോ തരില്ല. ഓർഡറിൽ വരാം. ഫാറൂഖ് അങ്കിൾ കൊടുക്കടി. കട്ട് ചെയ്തു ഞാൻ ഈ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരുന്നു കേക്ക്. ഇവരുടെ ഹാർട്ടേ ബീറ്റ് ഉണ്ടാവും. ഇവിടുത്തെ ആളുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. സൗണ്ടും ഞങ്ങള് പറയുന്നത് ഈ വണ്ടിയിൽ ഇറങ്ങില്ല. ഇല്ല ഇവിടെ ഞാൻ ഇറങ്ങില്ല. അവൾക്ക് ഡൗട്ട് തോന്നിയില്ലാന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഡൗട്ട്. നമ്മൾ സാധാരണ ചായ കുടിക്കാൻ പോണല്ലേ. അനക്ക് എന്താ പറയാല്ലേ? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം റാൻഡംലി നമ്മൾ ഇന്നും ചായ കുടിക്കാൻ വരുന്നല്ലേ. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചത് നമ്മൾ പോണ ഒരു റേഞ്ചില് നിൽക്കണോ അല്ലല്ലോ ഞങ്ങള് കഷ്ടപ്പെട്ടിട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ വരണം. ഓക്കെ പല ഫോണുകൾ ഓള് അറിഞ്ഞിട്ടില്ല. യൂട്യൂബ് ഇതിപ്പം അതായത് ഇൻസ്റ്റാഗ്രാമിൽ പറയില്ലേ ആരോടും പറയാതെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങണമെന്ന്. അതേപോലെ ഒരു യൂട്യൂബ് ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാരും കണ്ടുപിടിച്ചു. 3 മാസം അതിൽ ഞാനായിട്ടാ ലാസ്റ്റ് കണ്ടുപിടിച്ച്. ഇന്നുവിന്റെ സ്കൂളിൽ കുട്ടി കണ്ടിട്ട് ഇവളറിഞ്ഞു. കേക്ക് വേഗം എന്താ ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ചു. യൂട്യൂബിൽ ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ഈ മനസ്സിലാക്കാൻ എന്റെ ഫേമസ് എത്ര ഉണ്ട്.
ഞാൻ സെർച്ച് ചെയ്ത് കണ്ടെത്തി. നീ കണ്ടുപിടിച്ചു. ആക്ച്വലി ബർത്ത്ഡേക്ക് ഞങ്ങൾ സർപ്രൈസ് ചെയ്യുന്ന വിചാരിച്ചിരുന്നു. ബിക്കോസ് എന്തായാലും ശരിക്കും എന്തായാലും ചെറിയ ഹിന്റ് അല്ല ഫാറൂഖ് എന്തായാലും കേൾക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാവും ഞാൻ കരുതിയിട്ടില്ല. അതാ ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഗിഫ്റ്റോ അതിന് എക്സ്പെക്ട് ചെയ്യില്ലേ? ഗിഫ്റ്റ് എന്താ എക്സ്പെക്ട് ചെയ്തിരുന്നു? ഞാൻ കൊറേ മുമ്പ് പറയായിരുന്നു ഞാൻ ആക്ച്വലി ഈ മസാജർ അല്ല വേറൊരു ആമന്റെ മസാജർ പറയായിരുന്നു. അപ്പൊ നാട്ടിലുള്ള നമുക്കത് മേടിക്കണം, എനിക്ക് കഴുത്ത് കറക്റ്റ് കഴുത്തിന് പറ്റിയതാണല്ലോ, അപ്പൊ അത് വേണം അങ്ങനെ പറയുന്നു. വേറെ ഇപ്പൊ കാരണം അത് കൊറേ ആയിട്ട് ഇന്ന് രാത്രി ആക്ച്വലി നാളെ 4 എന്റെ മനസ്സിൽ സീരിയസ്ലി. ബിക്കോസ് എനിക്ക് കുറച്ച് ദിവസമായി ബേസ് എനിക്ക് ഇങ്ങോട്ടാ കിടക്കുന്നത് ബാക്കിൽ. ഇനി ഞാൻ ഇന്ന് 3 നാളെ 4 അപ്പൊ ഇന്ന് ഒരിക്കലും ഞാൻ വെച്ചിട്ടില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ രാത്രിയാവും. പിന്നെ ഇന്ന് അങ്ങനത്തെ ഒരു മൂഡ് വരുന്നില്ലല്ലോ. രാവിലെ മുതൽ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു അറിയോ? ക്ലിനിക്കിൽ വന്ന് സർപ്രൈസ് ചെയ്യുന്നു. അപ്പോഴല്ലേ നീ സിക്ക് ലീവ് കൊടുക്കുന്നത്? ഞങ്ങൾ പ്ലാൻ ബി. വേറെന്തെങ്കിലും ഈ കാര്യം ബില്ലി കൊടുക്കില്ലേ? കണ്ണിൽ വെള്ളം ബില്ലി കൊടുക്കില്ലേ? നിഖിലും വിഷ്ണു ഇങ്ങനെ ഞങ്ങൾ മാറുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം. ഓക്കെ, അടി കഴിഞ്ഞിട്ട് അവർക്കുണ്ട്. ഇവിടെ ഇനി ആ കേക്കും വെച്ച് നെഗിലിനെയും വിഷ്ണുവിനെ അപ്പോഴത്തെ ഇന്നൊരു വരില്ലേ വിളിച്ചു പറയും നിഖിലിനോട് പറയാം. 100 വയസ്സ്. ഹലോ, ഇത് വേറെ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. നമ്മൾ കുറെ പ്ലാൻ ചെയ്തു ആണുങ്ങളുടെ ഒരു സബ്ജക്റ്റ് ആയിട്ട് വെച്ചാലോ. അതായത് നമ്മൾ അന്ന് ഓർമ്മയുണ്ടോ നമ്മൾ പോയ സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരാളെ കണ്ടത്. എടാ യാസിലൂടെ നോമ്പ് തുറക്കാൻ പോയില്ലേ? അപ്പൊ എന്റെ ഓഫീസിൽ ഒരാളെ കണ്ടു വർത്താനം പറഞ്ഞില്ലേ? ഒരു മനസ്സൊന്നും വെച്ചിട്ട് അയാള് ഒരു ദിവസം അവിടെ ഡ്രോപ്പ് ചെയ്യാൻ ചോദിച്ചു. കാറിൽ നമ്മൾ നടന്നുപോയപ്പോ ചോദിച്ചു ഡ്രോപ്പ് ചെയ്യട്ടെ. വേണ്ട പറഞ്ഞു നോർമലി കേറിക്കോ എന്നൊക്കെ അവള് കയറി യാസിനടുത്ത് ഒരു ബിൽഡിങ്ങിൽ ഡേക്കറിലാക്കി എനിക്ക് അവിടെ ആക്കി കൊടുത്തു. അത് നിഖിലോട് പറഞ്ഞപ്പോ നിഖില് തെറ്റി. കയറാൻ പറ്റില്ല, കയറാൻ പറ്റില്ല, വിസ പ്രശ്നമാണ്, എന്ത് തരത്തില. ശരിയാണല്ലോ നിഖിലിന്റെ ഭാഗത്ത്. എനിക്ക് അത്ര പരിചയം അയാള്. ഞാൻ ഡെയിലി കാണുന്നുണ്ട്, ഹായ് ബായ് പറയുന്നുണ്ട്. ഒരു മാസമായി. എന്തായാലും ഒരു എങ്ങനെ ആയാലും അയാൾ സ്ട്രേഞ്ചറാണ്. അല്ല, ആ രീതിക്ക് ഞാൻ തിങ്ക് ചെയ്തില്ല. പക്ഷെ വേറെ കാര്യം പറയട്ടെ, നമ്മളിപ്പം സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, ലിഫ്റ്റിൽ ഒരുപാട് വർഷം കാണാം, ഗുഡ് മോർണിംഗ് പറയാൻ കണ്ടു. ഒരു 1 വീക്ക് ഇപ്പോൾ ഒരു മാസമായ ക്ലിനിക്കിൽ 1 മാസമായിട്ട് ഹിയർ ആൻഡ് ദെയർ കാണുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യം ഒരാൾ നോ പറയും, ലൈറ്റ്സ് ഒക്കെ പിന്നെ കേൾക്കോ എന്ന് പറയുമ്പോൾ പിന്നെ പറയുമ്പോൾ വീണ്ടും നമ്മള് കയറി പോവില്ലേ? പാടില്ല. നല്ലൊരു സേഫസ്റ്റ് കൺട്രിയില് നമുക്ക് അങ്ങനെ നെഗറ്റീവ് വിചാരിക്കാൻ പാടുമോ? ഈവൻ ഒന്നും സംഭവിക്കില്ല. 100% ഒന്നും സംഭവിക്കില്ല. അയാള് എന്നോട് ബാഡായിട്ടൊരു സംസാരിച്ചാൽ മതി. അയാള് പിന്നെ എന്തെങ്കിലും ബാഡായിട്ട് സംസാരിച്ച് എന്തായാലും ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. അയാളെ സംസാരിക്കും. അല്ല, നമ്മള് ഒരു മാസമായി ആള് എന്നോട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംസാരിക്കും. Happy birthday to you. ഇതെവിടുന്നാ? ഇതെവിടുന്നാ? എടി എനിക്ക് സാലറി ഇട്ടിടി. ആടി സാലറി ഇട്ടിടി. ഇത് കണ്ടിട്ട് ഞാൻ ഒരാളെ സ്മരിക്കുന്നുണ്ട്. ജംഷിയുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പൊട്ടുന്നു.
ലേറ്റ് അതെ ഫോട്ടോ കണ്ടു. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഗിഫ്റ്റ് ഫോട്ടോ ഫറു ഇല്ല. എടി കൈ മാറ്റടി. എടി കഴുത്തിലേക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെടി? കിട്ടോക്കാം. എന്താ എനിക്ക് അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അന്റെ കൊറേ കാലത്തെ പരാതി എന്ത് അന്റെ അമ്മയുടെ കളർ പോകുന്നത് മറ്റേ ഫാൻസി ചെയ്യാറുണ്ട്. കറക്റ്റ് അല്ല ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യേ. ഞാൻ പറഞ്ഞ മസാജറ കൊടുക്കുന്നപ്പോ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഇത് നെഗറ്റീവ് അടിപ്പിച്ചു. മോശമാണ്, ജംഷി എല്ലാം എക്സ്പെക്ട് ചെയ്യും. ഞാൻ സീരിയസ്ലി അതിൽ ഓക്കെ. കാരണം എന്റെ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. 30 കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ കൂടെയും ബാക്ക് പെയിന്, കഴുത്ത് വേദന, എല്ലാ വേദനയും. അപ്പൊ എനിക്ക് ആക്ച്വലി മസാജർ എ ഗുഡ് ഗിഫ്റ്റ് ആണ്. ഇനി ആർക്കെങ്കിലും എനിക്ക് തരണം എന്നാണെങ്കിൽ ആമന്റെ മസാജർ. നാട്ടിൽ നിന്ന് ഫറൂഖ് അയച്ചു തന്നിരുന്നു, അത് ഓർമ്മയുണ്ടോ? പക്ഷെ അത് താങ്ക് യു സോ മച്ച് ടാ. എത്ര പൊട്ടിച്ചിട്ടാ? പൈസ നോക്കരുത്. ഒരു ഫോട്ടോ എടുക്കണേ. ആ സീറ്റിൽ പോയിരിക്കും. ഇത് ജംഷന്റെ അപ്പുറത്ത് പോയിരിക്കും. ഇവിടെ ഫറൂഖ് നമുക്ക് ഫറൂഖിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈഡിൽ ഫറൂഖിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 35 വയസ്സിൽ 35 വയസ്സിൽ 32 എന്ത് തോന്നുന്നു? അല്ല ഞാൻ ടൂലെടുത്തോ? പറയുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അല്ല 3 ആളെയും കിട്ടുന്നുണ്ട് ഇതില്. അതാ പറഞ്ഞ ടൂലെടുത്തോ? ടൂലിന്റെ 3 ആളെ കിട്ടണില്ലേ? അത് ഫേസ് മാത്രമേ കിട്ടൂ. മണ്ണ് മതി. ക്ലിനിക്ക് വന്നിട്ട് സെപ്പറേറ്റ് ഭാഗ്യം പോകാത്തിട്ട് വേണം ക്ലിനിക്കൊക്കെ എല്ലാരും കൂടെ. എടി ഞങ്ങള് രാത്രി 8 മണിയാകുമ്പോ ക്ലിനിക്കിക്ക് വരണം വിചാരിച്ചാടോ. നിങ്ങളെയൊക്കെ ഭാഗ്യം കൂടി എനിക്ക് ലൂസ് മോഷൻ ആവുകയും ലീവ് എടുക്കുകയോ അല്ല ക്ലിനിക്ക് വരണം വിചാരിച്ച ക്ലിനിക്ക് കാണാൻ പറ്റിയില്ല. You can bring also. If you want to make it order, we have also talaba. Okay, one Spanish. Hot or cold? Cold. ഒന്ന് ഹോട്ട് എന്തെങ്കിലും പറയുന്നുണ്ട്. ഫ്രൈസ് ഉണ്ടാവും. ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയാൽ മതി. ഓൺലി കോഫി ഉള്ളൂ. ഹോട്ട് ഐസ് കോഫി, ഹോട്ട് കോഫി. മോക്ക പറയണോ? വൈറ്റ് മോച്ച. മോച്ച വേണ്ട. മോച്ച ഉണ്ട്. ലാറ്റെ മതി. കിടക്കട്ടെ. പൈസ പോയി പറഞ്ഞില്ലേ? ഈ നിമിഷത്തിൽ ഞാൻ സാബിക്കിനെ സ്മരിക്കുന്നു. അതായത് നമ്മുടെ ഇടയിൽ അങ്ങനെ ഗോൾഡ് ഒന്നും അങ്ങനെ ആരും ഗിഫ്റ്റ് ചെയ്യാറില്ല. സാബിക്ക് ഒരു തുടക്കം വെച്ചു, പിന്നെ വെച്ചടി സാബിക്ക്. പിന്നെ ആരാ ഇവളല്ലേ മേടിച്ചത്? ഇവള് മേടിച്ചു ഇന്നൊക്കെ. പിന്നെ ഈ എന്താ മേടിച്ചു? 5 അതാ പറഞ്ഞു. ഇനി അടുത്ത് രസമുണ്ടോ? ഫോട്ടോ എടുക്കട്ടെ. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഇതിന് ചെലവ് ഇവിടെ. മസാജറിന് ചെലവ്, ഇതിന് ചെലവ് ചെലവിന് ഇവിടെ കൂടുതൽ കുറവാണെങ്കിലേ ഉള്ളൂ. ഇത് നല്ല ഭംഗിയുടെ കഴിച്ചിട്ടുണ്ടല്ലേ? നല്ല അത് കുറച്ച് കാലമായിട്ട് പറയാറുണ്ടല്ലോ. എടുത്തോണ്ടിരിക്കല്ലേ അങ്ങനെ എങ്ങനെ We have
matcha. We have white mocha ice. Okay, so one Spanish ice and one white mocha ice and one cappuccino hot. Okay. Thank you. What else? You can bring this one maybe. Sure. If you want to order also, if you're nearby, you can order and we have home delivery. Okay. ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞു, ഗിഫ്റ്റ് കിട്ടി, ഞങ്ങളെല്ലാരും പിരിയാൻ പോവാണ്. കഴിഞ്ഞില്ലേ? ഹാപ്പി അല്ലേ? താങ്ക് യു. ഒക്കെ ഞങ്ങൾ നോക്കിയ അല്ല ഇനി മറ്റവരൊക്കെ കൂട്ടിയിട്ട് വേണം. നോക്കാം, നമുക്ക് നോക്കാം. ഇനി നമ്മള് രാത്രി ഡിന്നർ ഇവളുടെ വകയാന്ന് പറയുന്നത്. ഡിന്നറിനുള്ള പൈസ കൂടെ ചായ പിടിച്ചു നിർത്തൂല. ഞങ്ങളുടെ മിഷൻ അങ്ങനെ സക്സസ് ആയി. ജെംഷി സർപ്രൈസ് ആയി. ഈ വ്ളോഗ് വരും എന്ന് വിചാരിക്കുന്നു. പല പല ക്ലാരിറ്റിയിലായിരിക്കും, കാരണം പല പല ഫോണിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്, പല പല ആംഗിളിൽ ഷൂട്ട് ചെയ്തു. പക്ഷെ ഇതെല്ലാം അവൾ ഇടണം, കാരണം ഇട്ടോടത്തോളം ഉള്ളതിലത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മെമ്മറി ആയിരിക്കും ഇത്. ഓഫ് കോഴ്സ്, കാരണം ഞങ്ങളുടെ പ്രയത്നം അവള് കാണണം. യൂട്യൂബ് ചാനൽ അറിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കുന്ന ഫസ്റ്റ് വ്ളോഗ്. അതെ, അതും കൂടി അതിന്റെ എഫേർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ 71 പോകും. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ഫാറൂഖിന്റെ ഫോണിൽ, എന്റെ ഫോണിൽ നിന്ന്, അശ്വിന്റെ ഫോണിൽ നിന്ന് കുറെ എയർ ഡ്രോപ്പ് ചെയ്ത് എടുക്കാനുണ്ട്. എല്ലാം ഇട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് എന്റെ മോള് കണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.